ഹായ് എവ്രി വൺ, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ റീസണിങ്ങിന്റെ ലോജിക്കൽ ഫാലസീസ് ആണ്. സോ ലോജിക്കൽ ഫാലസീസിന്റെ ആദ്യത്തെ പാർട്ട്, അതായത് ഫോർമൽ ഫാലസീസിനെ പറ്റി നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഫോർമൽ ഫാലസി കൺസെപ്റ്റ് എന്താണെന്നും ഇൻഫോർമൽ ഫാലസിയും ഫോർമൽ ഫാലസിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും ഒക്കെ ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ കണ്ടതാണ്. സോ ഫോർമൽ ഫാലസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫാലസി മീൻസ് എറർ ഇൻ റീസണിങ്. റീസണിങ്ങിൽ വരുന്ന ആർഗ്യുമെന്റ് സ്ട്രക്ചറിങ്ങിൽ വരുന്ന എററിനെയാണ് നമുക്ക് ഫാലസി എന്ന് പറയാം. അതേസമയം ഈ ഫാലസി ടെക്നിക്കൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റ് ഫ്രെയിം ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിന്റെ അറേഞ്ച്മെന്റിലോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിലോ വരുന്ന മിസ്റ്റേക്ക് കാരണം കൺക്ലൂഷൻ മിസ്ലീഡ് ചെയ്യപ്പെടുവാണെങ്കിൽ അതിനെയാണ് ഫോർമൽ ഫാലസീസ് എന്ന് പറയുന്നത്. അതേസമയം ഇൻഫോർമൽ ഫാലസീസ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു മീനിങ്ങിന്റെ, അതായത് ആർഗ്യുമെന്റിലേക്ക് വരുമ്പോൾ ആർഗ്യുമെന്റ് മീനിങ്ങിനോ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ എറർ ഓർ മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആൻഡ് ഒപ്പീനിയൻ, അങ്ങനെ ആ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഫാലസീസ് എന്ന് പറയുന്നത്. സോ ഫോർമൽ ഫാലസീസുമായി ബന്ധപ്പെട്ട് നമ്മൾ 6 ടൈപ്സിനെ പറ്റി പറഞ്ഞു. അതിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. ഓക്കെ, അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ? മിഡിൽ ടേം രണ്ട് പ്രമിസുകളിലും ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓൾ മെമ്പേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു മിഡിൽ ടേമിന്റെ എല്ലാ മെമ്പറും രണ്ട് പ്രമിസിലും വരുന്നില്ല. ഓക്കെ, ഓൾ മെമ്പേഴ്സിനെ പറ്റി രണ്ട് പ്രമിസിലും വരാതെ പോയി കഴിഞ്ഞാൽ അതിനെ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറയും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാൻ സാധിക്കില്ല. ഓക്കെ, സോ ലെറ്റ് മീ ഷോ യു ആൻ എക്സാമ്പിൾ. സീ ദിസ്, ദി ഓൾ സ്റ്റുഡൻസ് ക്യാരി ബാക്ക് പാക്ക്. മൈ ഗ്രാൻഡ് ഫാദർ ക്യാരീസ് ബാക്ക് പാക്ക് ആൻഡ് ദെയർഫോർ മൈ ഗ്രാൻഡ് ഫാദർ ഈസ് എ സ്റ്റുഡൻറ്. ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ബാക്ക് പാക്ക് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ മിഡിൽ ടേം. പക്ഷേ ബാക്ക് പാക്ക്, എല്ലാ ബാക്ക് പാക്ക് ക്യാരിയേഴ്സിനെ പറ്റിയും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന കേസിലാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, സ്റ്റുഡൻസ് എന്ന് പറയുന്ന ബാക്ക് പാക്ക് ക്യാരിയേഴ്സിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. സോ എല്ലാവരുമായോ? ബാഗ് യൂസ് ചെയ്യുന്ന എല്ലാവരും ആ ഒരു ലിസ്റ്റ് വന്നിട്ടില്ല. അതേസമയം ഗ്രാൻഡ് ഫാദർ ക്യാരീസ് ബാക്ക് പാക്ക്, അവിടെ ഗ്രാൻഡ് ഫാദർ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിലും ബാക്ക് പാക്ക് യൂസ് ചെയ്യുന്ന എല്ലാവരും അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു എറർ സംഭവിച്ചത്. ഇങ്ങനെ വരുവാണെങ്കിൽ അതിനെ നമ്മൾ ഇല്ലിസിറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് മിഡിൽ ടേം ഓർ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ ടേം എന്ന് പറയും. ഓക്കെ, രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇല്ലിസിറ്റ് മേജർ ആണ്. ഇല്ലിസിറ്റ് മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺക്ലൂഷനിൽ മേജർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പക്ഷേ മേജർ പ്രമിസിൽ മേജർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഓക്കെ, അതായത് യു ക്യാൻ സീ ഇറ്റ് ഹിയർ. കൺക്ലൂഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കൺക്ലൂഷനിൽ മേജർ ടേമിന്റെ എല്ലാ മെമ്പേഴ്സിനെ പറ്റിയും പറയുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മേജർ ടേം, മാമൽസ് ആണ്. അതൊക്കെ നമ്മൾ എങ്ങനെയാണെന്നൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ മാമൽസിലെ എല്ലാവരും, നോ ക്യാറ്റ്സ് ആർ മാമൽസ് എന്ന് പറഞ്ഞാൽ നോ ക്യാറ്റ്സ് ആർ മാമൽസ്. അതായത് ക്യാറ്റ്സ് എന്ന് പറയുന്നത് മാമൽ എന്ന് പറയുന്ന എല്ലാ കാറ്റഗറി എടുത്താലും അതിലൊന്നും വരുന്നില്ല എന്നാണ്. സോ മാമൽ എന്ന് പറയുന്ന എല്ലാ ടൈപ്പ് ഓഫ് മാമൽസിനെയും ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, റൈറ്റ്? കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു മേജർ ടേം, മേജർ പ്രമിസ് എന്ന് പറയുന്ന ആദ്യത്തെ പ്രമിസ് ആണ്, റൈറ്റ്? അതായത് മാമൽ വരുന്ന പ്രമിസിനെയാണ് മേജർ പ്രമിസ് എന്ന് പറയുന്നത്. സോ ആ പ്രമിസിൽ നോക്കുമ്പോൾ ഓൾ ഡോഗ്സ് ആർ മാമൽസ്. ഓൾ ഡോഗ്സ് ആർ മാമൽസ് എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ആണ്. എ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഓൾ ഡോഗ്സ് ആർ മാമൽസ് എന്ന് പറഞ്ഞാൽ ഡോഗ്സ് എന്ന് പറയുന്ന ആ മാമൽസിനെ പറ്റി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഡോഗ്സ് എന്ന മാമൽസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഡോഗ്സിന് പുറത്തുള്ള മാമൽസിനെ പറ്റി അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ മാമൽസ് അവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അങ്ങനെ വരുമ്പോൾ വരുന്ന എററിനെയാണ് ഇല്ലിസിറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് മേജർ ടേം ഓർ ഇല്ലിസിറ്റ് മേജർ എന്ന് പറയുന്നത്. ഇല്ലിസിറ്റ് മേജർ എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ഈസ് മേജർ ടേം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ കൺക്ലൂഷൻ ബട്ട് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ മേജർ പ്രമിസ്. മേജർ പ്രമിസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, എന്നാൽ കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അവിടെയാണ് ഇല്ലിസിറ്റ് മേജർ ഹാപ്പൻ ചെയ്യുന്നത്. ദെൻ അതേ സിറ്റുവേഷനാണ് ഇല്ലിസിറ്റ് മൈനറിലും വരിക. ഇല്ലിസിറ്റ് മൈനർ എന്ന് പറയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് കൺക്ലൂഷനിൽ മൈനർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കൺക്ലൂഷനിൽ മൈനർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മൈനർ പ്രമിസ് മൈനർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. കൺക്ലൂഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഏതാണ് മൈനർ ടേം? ക്യാൻ സീ ഇറ്റ് ഹിയർ. നമ്മളുടെ കൺക്ലൂഷന്റെ സബ്ജക്ട് ടേമിനെയാണ് മൈനർ ടേം എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി സബ്ജക്ട് ടേം, റൈറ്റ്? ഇതാണ് മൈനർ ടേം എന്ന് പറയുന്നത്. സോ ടൈപ്പ് ഏതാണ്? ഓൾ മാമൽസ് ആർ ഫെലൈൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ കൺക്ലൂഷൻ. ടൈപ്പ് എ ടൈപ്പ് ആണ്. എ ടൈപ്പ് ആണെങ്കിൽ ഫസ്റ്റ് പ്രമിസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളുടെ മൈനർ ടേം എന്ന് പറയുന്നത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓൾ മാമൽസ്, എല്ലാ മാമൽസിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അതേസമയം
വെൻ ഇറ്റ് കംസ് ടു മൈനർ പ്രമിസ്, ക്യാൻ സീ ഇറ്റ് ഹിയർ, ഇതാണ് മൈനർ പ്രമിസ്. മൈനർ പ്രമിസിലേക്ക് വന്നപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഓൾ കാറ്റ്സ് ആർ മാമൽസ്. കാറ്റ്സ് എന്ന് പറയുന്ന സ്പെസിഫിക് കാറ്റഗറി ഓഫ് മാമൽസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, എല്ലാ മാമൽസിനെ പറ്റിയും പറയുന്നില്ല. അതുകൊണ്ട് മൈനർ പ്രമിസിൽ മിഡിൽ ടേം ഇസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്. മൈനർ പ്രമിസിൽ മൈനർ ടേം ഇസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു എറർ വരുന്നത്, ഇല്ലിസിറ്റ് മൈനർ. സോ ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം. നമ്മൾ എന്താണ് മിഡിൽ, ഈ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്താണെന്ന് കണ്ടു, ദെൻ ഇലിസിറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് മേജർ ടേം കണ്ടു, ഇലിസിറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് മൈനർ ടേം കണ്ടു. ഓക്കെ, അടുത്തത് ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രമൈസസ്. എക്സ്ക്ലൂസീവ് പ്രമൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നെഗറ്റീവാണ്. ഒന്നും തന്നെ ഒന്നിലും വരുന്നില്ല എന്ന് പറയുന്നതാണ് എക്സ്ക്ലൂസീവ് പ്രമൈസസ്. ലൈക്ക് നോ ക്യാറ്റ്സ് ആർ ഡോഗ്സ്, സം ഡോഗ്സ് ആർ നോട്ട് പെറ്റ്സ്. കണ്ടോ, എക്സ്ക്ലൂസീവ് ആണ്. ഒന്നും സബ്ജക്റ്റ് ടേം പ്രെഡിക്കേറ്റ് ടേമിലൊന്നും വരുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് പോകാൻ പറ്റില്ല. കണക്ഷൻ ഇല്ലാതെ കൺക്ലൂഷനിലേക്ക് പോകാൻ സാധിക്കില്ല. കണക്ഷൻ ഇല്ലാതെ കൺക്ലൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിച്ചിരിക്കുന്ന ഫാലസിയാണ് ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രമൈസസ്. ഇവിടെ നമുക്ക് കാണാമല്ലോ, നോ ക്യാറ്റ്സ് ആർ ഡോഗ്സ്. ക്യാറ്റ്സിനെ ഇവിടെ ഡോഗ്സുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല, അല്ല എന്നാണ് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് അല്ല. നോ ക്യാറ്റ്സ് ആർ ഡോഗ്സ്. സം ഡോഗ്സ് ആർ നോട്ട് പെറ്റ്സ്. അഗെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റിൽ വരുന്നില്ല. രണ്ടിടത്തും പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് ആണ്. സോ ദർ ഇസ് നോ കണക്ഷൻ ബിറ്റ്വീൻ സെന്റൻസസ്. ആ സബ്ജക്റ്റ് ടേമിനെയും പ്രെഡിക്കേറ്റ് ടേമിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ കണക്ട് ചെയ്യാതെ ഒരു കൺക്ലൂഷനിലേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് ആൻ എറർ. ആ എറർ തന്നെയാണ് ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രമൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രമൈസസ് കഴിഞ്ഞാൽ അടുത്തത് അഫർമേറ്റീവ് കൺക്ലൂഷൻ ഫ്രം നെഗറ്റീവ് പ്രമൈസ്. പ്രമൈസ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് പ്രമൈസിൽ നിന്ന് നമുക്ക് ഒരിക്കലും അഫർമേറ്റീവ് കൺക്ലൂഷനോ ഒരു കൺക്ലൂഷൻ എടുക്കാൻ പറ്റില്ല. നമ്മൾ അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിരിക്കും. എക്സ്ക്ലൂസീവ് പ്രമൈസുകളിൽ നിന്നും ഒരിക്കലും കൺക്ലൂഷൻ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ കണക്ഷൻ ഇല്ല. കണക്ഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും കൺക്ലൂഷൻ കിട്ടില്ല. അതേ ഫാക്റ്റ് ആണ് ഇവിടെയും ഓർക്കേണ്ടത്. ഇവിടെ നെഗറ്റീവ് പ്രമൈസ് വന്നിട്ട് ഇതിൽ നിന്ന് ഒരു പോസിറ്റീവ് കൺക്ലൂഷൻ എടുക്കാൻ നോക്കിയാൽ ദാറ്റ് ഇസ് അഗെയിൻ ആൻ എറർ. ഓക്കെ, സോ സി no fish are dogs, no dogs can fly, therefore all fish can fly. രണ്ട് സ്റ്റേറ്റ്മെന്റും ഈ ടൈപ്പ് ആണ്. കണ്ടോ, നോ fish are dogs, no dogs can fly, ഇത് രണ്ടും ഈ ടൈപ്പ് ആണ്. കൺക്ലൂഷൻ വന്നപ്പോൾ കൺക്ലൂഷൻ എ ടൈപ്പ് ആയി പോയി. സോ അഫർമേറ്റീവ് കൺക്ലൂഷൻ ഫ്രം നെഗറ്റീവ് പ്രമൈസ്, ദാറ്റ് ഇസ് അഗെയിൻ നോട്ട് വാലിഡ്. ഇനി നെഗറ്റീവ് കൺക്ലൂഷൻ ഫ്രം അഫർമേറ്റീവ് പ്രമൈസ്, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. നമുക്ക് തന്നിരിക്കുന്നത് പോസിറ്റീവ് പ്രമൈസ് ആണ്, or affirmative premise ആണ്. അതിൽ നിന്നും നെഗറ്റീവ് കൺക്ലൂഷൻ എടുക്കാൻ നോക്കിയാലും അതും വാലിഡ് ആയിരിക്കില്ല. ഓക്കെ, സോ സി all kernels are offices, all offices are soldiers, therefore no kernels are soldiers. രണ്ടും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. all kernels are officers എന്ന് പറയുന്നത് എ ടൈപ്പ് ആണ്, all officers are soldiers എന്ന് പറയുന്നത് എ ടൈപ്പ് ആണ്. രണ്ട് എ ടൈപ്പ്. അതിൽ നിന്നും കൺക്ലൂഷൻ എടുത്തിരിക്കുന്ന ഏത് ടൈപ്പാണ് നോക്കി, no kernels are soldiers, that is ഇ ടൈപ്പ്. സോ രണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് എടുക്കാൻ നോക്കിയാലും that is again a fallacy. അതാണ് നമ്മൾ പറഞ്ഞത്, പോസിറ്റീവ്സിൽ നിന്ന് നെഗറ്റീവോ നെഗറ്റീവ്സിൽ നിന്ന് പോസിറ്റീവോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഫാലസിയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഫോർമൽ ഫാലസീസ് എന്ന് കണ്ടു. ഇത് കൂടാതെ ഒരു അഡീഷണൽ ഫാലസി, എക്സിസ്റ്റൻഷ്യൽ ഫാലസി. എക്സിസ്റ്റൻഷ്യൽ ഫാലസി ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഗ്രൂപ്പിൽ. ബിക്കോസ് നമ്മൾ ഫോർമൽ ഫാലസീസ് ചോദിക്കുമ്പോൾ നോർമലി ഞാനിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ അതിനകത്ത് എക്സിസ്റ്റൻഷ്യൽ ഫാലസിയെ കൂട്ടി ചോദിക്കുന്നുണ്ട്. എന്താണ് എക്സിസ്റ്റൻഷ്യൽ ഫാലസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സിസ്റ്റൻഷ്യൽ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ട്, ഓർ നമുക്കത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റാത്തൊരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു കൺക്ലൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ഫാലസിയാണ്. അതിനെയാണ് എക്സിസ്റ്റൻഷ്യൽ ഫാലസി എന്ന് പറയുന്നത്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയാവുന്ന ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂണിക്കോൺസ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടാണ് യൂണിക്കോൺസിനെ പറ്റി ചോദിക്കും. ഇപ്പോൾ യൂണിക്കോൺസ് എന്ന് പറയുന്നത് പെറ്റ്സ് അല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ യൂണിക്കോൺസ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവയുടെ എക്സിസ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അവ പെറ്റ്സ് ആണോ പെറ്റ്സ് അല്ലയോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ വരുന്ന ഫാലസിയാണ് എക്സിസ്റ്റൻഷ്യൽ ഫാലസി. ഓർ യൂണിക്കോൺസ് എല്ലാ മാമൽസിലും ഹോൺസ് ഉണ്ട്, അല്ലെങ്കിൽ യൂണിക്കോണിനും ഹോൺ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാതെയാണ് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് തരുന്നത്.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരം ഫാലസീസിനെയാണ് എക്സിസ്റ്റൻഷ്യൽ ഫാലസി എന്ന് പറയുന്നത്. അത് അഡീഷണലി നിങ്ങൾ ഓർത്തേക്കുക, നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷെ വെൻ ഐ വാസ് ഗോയിങ് ത്രൂ ദി PYQs എക്സിസ്റ്റൻഷ്യൽ ഫാലസീസിനെ പറ്റി കണ്ടു. അതാണ് അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിരുന്നത് കേട്ടോ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫോർമൽ ഫാലസീസിനെ പറ്റിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫോർമൽ ഫാലസീസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഓക്കെ, അതിനുശേഷം നമ്മൾ ആദ്യം കുറച്ച് 16 ഫാലസീസിന്റെ ലിസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഫാലസീസിനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കാൻ ഇതായിരിക്കും എളുപ്പം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് അപ്പീൽ ടു ഫോഴ്സ്. ആർഗ്യുമെന്റ് അറ്റ് ബാക്കുലം എന്ന് പറയും. അതായത് ഈ ഒരു ആർഗ്യുമെന്റ് നമ്മൾ മറ്റൊരാളെ ഫോഴ്സ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റുള്ളവരെ നിർബന്ധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ പ്രഷറൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ആർഗ്യുമെന്റ് ഫ്രെയിം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു ഫോഴ്സ് എന്ന് പറയുന്നത്. ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഇഫ് യു ഡു നോട്ട് അഗ്രി വിത്ത് മൈ പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ് യു വിൽ റിസീവ് എ ഗ്രേഡ് ഓഫ് F ഫോർ ദിസ് കോഴ്സ്. പറഞ്ഞിരിക്കുന്നത് എന്താ? എൻ്റെ പൊളിറ്റിക്കൽ ഒപ്പീനിയനാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. എൻ്റെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് F ഗ്രേഡ് ഞാൻ ഇട്ട് തരും. അതിനുശേഷം പറയുന്നു, ഐ ബിലീവ് Herbert Hoover was the greatest president of United States. See, അവിടെ എൻ്റെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറഞ്ഞു വെക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് F ആയിരിക്കും ഗ്രേഡ് കിട്ടാൻ പോകുന്നത്. അൾട്ടിമേറ്റ് കൺക്ലൂഷൻ എന്താ പറയുന്നത്? Therefore, Herbert Hoover was the greatest president of United States. ഓക്കെ, അവിടെ ആ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഫോഴ്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ വിശ്വാസം എന്താണോ അത് നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക. അതിനു വേണ്ടിയാണ് ഇത്തരം ഒരു ആർഗ്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പീൽ ടു ഫോഴ്സിന് മറ്റൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം. ഇത് കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ സാധാരണഗതിയിൽ ചിലപ്പോഴൊക്കെ മുമ്പൊക്കെ കിട്ടിയിരുന്ന ഒരു മെസ്സേജ് ആയിരുന്നു ഇങ്ങനെ, ഇഫ് യു ഡോണ്ട് ഫോർവേഡ് ദിസ് മെസ്സേജ് ടു 10 പേഴ്സൺസ് സംതിങ് ട്രാജിക് വിൽ ഹാപ്പൻ ടു യു ഇൻ ദി നെക്സ്റ്റ് 24 hours. നമുക്ക് ചില മെസ്സേജോ ചില ഫോട്ടോസ് ഒക്കെ തന്നിട്ട്, ചില ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ തന്നിട്ട് ഫോർവേഡ് ചെയ്തിട്ട് ചില ആൾക്കാർ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അതായത് നിങ്ങൾ ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ഫാമിലിയിൽ വലിയ പ്രശ്നങ്ങൾ നടത്തും. ഇതെന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മളെ കൊണ്ട് അത് ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അങ്ങനെയുള്ള ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ അപ്പീൽ ടു ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പീൽ ടു ഫോഴ്സ്, നമ്മളെ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിക്കണം. അത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ആണ് അപ്പീൽ ടു ഫോഴ്സ്. ഓർത്തേക്കുക. ദെൻ അടുത്ത ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ആണ് അപ്പീൽ ടു പിറ്റി ഓർ ആർഗ്യുമെന്റം അഡ് മെസറിക്കോഡിയം. അപ്പീൽ ടു പിറ്റി എന്ന് പറയും ആർഗ്യുമെന്റം അഡ് മെസറിക്കോഡിയം. അതായത് ഇവിടെ ആക്ച്വലി നമ്മൾ ആ ഒരു ആർഗ്യുമെന്റിൽ ജെന്യുവൻലി നിൽക്കാതെ അതിന് പകരം നമ്മളുടെ പിറ്റിനെസോ നമ്മളുടെ സങ്കടങ്ങളോ നമ്മുടെ വിഷമങ്ങളോ ഒക്കെ പറഞ്ഞിട്ട് യഥാർത്ഥ പോയിന്റ് അല്ലാതെ നമ്മുടെ വിഷമങ്ങളിലൂടെ ആ ഒരു കാര്യം ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഞാൻ ചെയ്യാനുള്ള സാഹചര്യം, ഞാൻ മോഷ്ടിച്ചു എന്നുള്ളതാണ് അടുത്ത പോയിന്റ്, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം എൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് കാരണമാണ്, അങ്ങനെയുള്ള പിറ്റിനെസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ജെനുവിൻ ആർഗ്യുമെന്റിൽ നിന്നും നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പിറ്റിനെസ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് ആർഗ്യുമെന്റ് അഡ് മെസറിക്കോഡിയം ഓർ അപ്പീൽ ടു പിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്യാൻ സീ വൺ എക്സാമ്പിൾ ഹിയർ. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം, ഐ ആം എ സിംഗിൾ പാരന്റ് solely responsible for the financial support of my children. If you give me this traffic ticket, I'll lose my license and be unable to drive to work. If I cannot work, my children and I will become homeless and may starve to death. Therefore, you should not give me this traffic ticket. കണ്ടോ, ഇപ്പൊ എനിക്ക് ഞാൻ ഓവർ സ്പീഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്രാഫിക് സ്പീഡ് വയലേറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ആ ട്രാഫിക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് തരാതിരിക്കാൻ വേണ്ടി പോലീസുകാരോട് പറയുന്ന റീസൺസ് ആണ്. ആ ഒരു ജെനുവിൻ ഇഷ്യൂ എന്താണോ ആ ഇഷ്യൂവിൽ നിന്ന് മാറിയിട്ട് നമ്മളുടെ കഷ്ടപ്പാടുകൾ, നമ്മളുടെ ദുരിതങ്ങളെയൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് നമ്മളുടെ ഈ ട്രാഫിക് ടിക്കറ്റ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത്തരം ആർഗ്യുമെന്റ്സിനെയാണ് അപ്പീൽ ടു പിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ പിറ്റിനെസ് ക്രിയേറ്റ് ചെയ്യുക, അതുവഴി നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ദിസ് ഈസ് കോൾഡ് അപ്പീൽ ടു പിറ്റി. ഓക്കെ, സി അനദർ നെക്സ്റ്റ് വൺ ഈസ് അപ്പീൽ ടു ഇമോഷൻ. ആർഗ്യുമെന്റ് അബൌട്ട് പോപ്പുലം എന്ന് പറയും, അപ്പീൽ ടു ഇമോഷൻ. സോ അപ്പീൽ ടു ഇമോഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സി ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അപ്പീൽ ടു ഇമോഷൻ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് അബൌട്ട് പോപ്പുലം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ജനറലൈസ് ചെയ്യുക. ഓക്കെ,
അപ്പീൽ ടു പോപ്പുലേഷൻ എന്ന് പറയും, ഓർ യു ക്യാൻ സേ അങ്ങനെ ഒരു ടേം കൂടി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ മറ്റുള്ളവരെല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ ചെയ്യണം. ഓറൽസ് ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. ആ ഒരു എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ആസ് ഓൾ ക്ലിയർ തിങ്കിങ് റെസിഡൻസ് ഓഫ് അവർ ഫൈൻ സ്റ്റേറ്റ് ഹാവ് ഓൾറെഡി റിയലൈസ്. കണ്ടോ, ആ ഒരു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ പറയുന്നത് എന്താ? ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കഴിഞ്ഞു, റൈറ്റ്? ചിന്തിക്കാൻ കഴിവുള്ളവരെല്ലാവരും ഇതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ദി ഗവൺമെന്റ്സ് പ്ലാൻ ഫോർ ഫിനാൻസിങ് പബ്ലിക് എഡ്യൂക്കേഷൻ ഇസ് നത്തിങ് ബട്ട് ദി ബ്ലഡി fanged wolf of socialism, cleverly disguised in the harmless sheep's clothing for the concern of children. അതായത് ഗവൺമെന്റിന്റെ പ്ലാൻ, ഗവർണറുടെ പ്ലാൻ എന്ന് പറയുന്നത് മോശമാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്, ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇത്? ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് ആദ്യമേ പറഞ്ഞു വെച്ചു, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും അംഗീകരിച്ചു, അപ്പൊ നിങ്ങളും അത് അംഗീകരിക്കണം. ഇതിനെയാണ് അപ്പീൽ ടു പോപ്പുലേഷൻ ഓർ അപ്പീൽ ടു പോപ്പുലം എന്ന് പറയുന്നത്. ആർഗ്യുമെന്റും അഡ് പോപ്പുലം, ഓർ യു ക്യാൻ സേ അപ്പീൽ ടു ഇമോഷൻ. ക്ലിയർ? സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. 3 ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സിനെ പറ്റി പറഞ്ഞു, ഓർ ഫാലസീസിനെ പറ്റി പറഞ്ഞു. ഫസ്റ്റ് ഈസ് അപ്പീൽ ടു ഫോഴ്സ്, ദെൻ അപ്പീൽ ടു പിറ്റി, ദെൻ അപ്പീൽ ടു ഇമോഷൻ ഓർ ആർഗ്യുമെന്റ് അബൌട്ട് പോപ്പുലം. ഈ 3 ക്ലിയർ അല്ലേ? ക്ലിയർ? ശരി, മൂവിങ് ഓൺ. അടുത്തത് അപ്പീൽ ടു അതോറിറ്റി. അപ്പീൽ ടു അൺഓതറൈസ്ഡ് അതോറിറ്റി എന്ന് പറയും, ഇറലവന്റ് അതോറിറ്റി എന്നൊക്കെ പറയും. അതായത് ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ ആ ഒരു ഏരിയയിൽ എക്സ്പേർട്ട് അല്ലാത്ത ഒരു ഇൻഡിവിജ്വലിനെ വെച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്നു, അപ്പോൾ നിങ്ങളും അത് വിശ്വസിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് ആ ഒരു എക്സാമ്പിൾ വഴി മനസ്സിലാക്കാം. ഫെഡറൽ റിസർവ് ചെയർ അലൻ ഗ്രീസ്പാൻ ബിലീവ്സ് ദാറ്റ് സ്പൈഡേഴ്സ് ആർ ഇൻസെക്ട്സ്, സോ ദെയർഫോർ സ്പൈഡേഴ്സ് ആർ ഇൻസെക്ട്സ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഫെഡറൽ റിസർവ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ആണ്. അമേരിക്കൻ സെൻട്രൽ ബാങ്കിന്റെ ചെയർ എന്ന് പറയുന്ന അലൻ ഗ്രീൻസ്പാൻ, ഇദ്ദേഹം വിശ്വസിക്കുന്നത് സ്പൈഡേഴ്സ് ഇൻസെക്ട്സ് എന്നാണ്. സ്പൈഡേഴ്സിനെയും പറ്റിയും സെൻട്രൽ ബാങ്കിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് ചിന്തിക്കുക. ഓക്കെ, സോ ആ സെൻട്രൽ ബാങ്കിന്റെ ചെയർപേഴ്സണും ഈ പറയുന്ന ഇൻസെക്റ്റിനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നതിന്റെ ക്വാളിഫൈഡ് അതോറിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഏരിയയുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു, അതുകൊണ്ട് നിങ്ങളും വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പീൽ ടു ഇറലവന്റ് അതോറിറ്റി. ഓക്കെ, അപ്പീൽ ടു ഇറലവന്റ് അതോറിറ്റി ഓർ അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയാം. ഓക്കെ, അത് ഓർക്കുക. ഐ വിൽ ഷോ യു സം ക്വസ്റ്റ്യൻസ് പ്രീവൈക്യൂസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പീൽ ടു ഇറലവന്റ് അതോറിറ്റി. ഇനി അഡ് ഹോമിനം ആർഗ്യുമെന്റ്. അഡ് ഹോമിനം എന്ന് പറഞ്ഞാൽ അറ്റാക്കിംഗ് ദി പേഴ്സൺ ആണ്. അറ്റാക്കിംഗ് ദി പേഴ്സൺ, അതായത് ആർഗ്യുമെന്റിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം, അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നതിന് പകരം ആ ഇൻഡിവിജ്വലിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അഡ് ഹോമിനം എന്ന് പറയുന്നത്. ലൈക്ക് യു ക്യാൻ സീ ഇറ്റ് ഹിയർ. ഹെറോൾഡ് മെയിൻറ്റെയിൻസ് ദാറ്റ് ലീഗൽ ഏജ് ഓഫ് ഡ്രിങ്കിങ് ബിയർ ഷുഡ് ബി 18 ഇൻസ്റ്റെഡ് ഓഫ് 22. 21 പകരം യുഎസിനെ ബേസ് ചെയ്തിട്ടാണ്. യുഎസിൽ 21 എന്ന് പറയുന്നതാണ് ലീഗൽ ഏജ് ഓഫ് ഡ്രിങ്കിങ് ബിയർ. അതിന് പകരം 18 ആണെന്ന് ഹെറാൾഡ് പറയുന്നു. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് അതാണ്. അപ്പോൾ ആ ആർഗ്യുമെന്റിന് അഗേൻസ്റ്റ് പറയുന്നതിന് പകരം ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത് എന്താന്ന് നോക്കി. ബട്ട് വി ഓൾ നോ ദാറ്റ് ഹെറാൾഡ് ഡ്രസ്സസ് ഫണ്ണി ആൻഡ് സ്മെൽസ് ബാഡ്, ഈസ് 19-year-old and would like to drink legally, believes that legal age of voting should be 21, not 18. Don't understand the law better than rest of us. ഇവിടെ ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് എന്താ? ദി പേഴ്സൺ ഈസ് നോട്ട് ആർഗ്യൂയിങ്, ഈസ് ജസ്റ്റ് ആ ഒരു അറ്റാക്കിങ് ചെയ്യുവാണ്. ആ പേഴ്സണെ അറ്റാക്ക് ചെയ്യുവാണ്, ആ ഇൻഡിവിജ്വലിന് എഗെയിൻസ്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുവാണ്. അല്ലാതെ അദ്ദേഹത്തിന്റെ കമന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് അല്ല വരുന്നത്. ഈ സാഹചര്യത്തെയാണ്, ഈ ഒരു സിറ്റുവേഷനെയാണ് അഡ് ഹോമിനം ഓർ അറ്റാക്കിംഗ് ദി പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അഡ് ഹോമിനം ആർഗ്യുമെന്റ്. മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2 കാൻഡിഡേറ്റ്സ് അവരുടെ വ്യൂ പോയിന്റ്സ് പറയുകയാണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ആം ഫോർ റൈസിംഗ് ദി മിനിമം വേജ് ഓഫ് അവർ സ്റ്റേറ്റ്സ്. ആ ലേഡി പറയുന്നത് മിനിമം വേജ് ഇൻക്രീസ് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് മാത്രമാണ്. പക്ഷേ
ഓപ്പോസിഷൻ പറയുന്നത് ഷീ ഈസ് ഫോർ റേസിംഗ് മിനിമം വേജ് ബട്ട് ഈസൻറ്റ് ഈവൻ സ്മാർട്ട് ഇനഫ് ടു റൺ എ ബിസിനസ്. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട്, ആ ഒരു ടോപ്പിക് കൺസേൺ ഏരിയയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ആ ഇൻഡിവിജ്വലിനെയാണ് അവിടെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. റൈറ്റ്? അദ്ദേഹം മിനിമം വേജ് കൂട്ടാൻ പറയുന്നുണ്ട്, പക്ഷേ സ്വന്തമായിട്ടൊരു ബിസിനസ് പോലും കണ്ടക്ട് ചെയ്യാൻ അറിയാത്ത വ്യക്തിയാണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ആ ഒരു പേഴ്സണെയാണ് അവിടെ അറ്റാക്ക് ചെയ്യുന്നത്, അതർ ദാൻ ദി ആർഗ്യുമെന്റ്. ദിസ് ഈസ് കോൾഡ് അഡ് ഹോമിനം. ഓക്കെ, ദെൻ അടുത്തതാണ് അപ്പീൽ ടു ഇഗ്നോറൻസ്. ആർഗ്യുമെന്റം അഡ് ഇഗ്നോറേഷ്യം. സോ അപ്പീൽ ടു ഇഗ്നോറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ കാണാം. നോ വൺ ഹാസ് കൺക്ലൂസീവ്ലി പ്രൂവൺ ദാറ്റ് there is no intelligent life on moons of Jupiter. ജൂപ്പിറ്ററിന്റെ മൂൺസിൽ ഇന്റലിജന്റ് ലൈഫ് ഇല്ല എന്ന് ആരും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. റൈറ്റ്? ഒരു കാര്യം പ്രൂവ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അത് പ്രൂവ് ചെയ്യണം, അത് ശരിയാണ് എന്നുള്ള മീനിങ് ഉണ്ടോ എന്ന് അങ്ങനെ ആർഗ്യൂ ചെയ്യുവാണെങ്കിൽ, സി, നോ വൺ ഹാസ് കൺക്ലൂസീവ്ലി പ്രൂവൺ ദാറ്റ് there is no intelligent life on the moons of Jupiter. അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അതുകൊണ്ട് therefore there is intelligent life on the moons of Jupiter. ആരും പ്രൂവ് ചെയ്തില്ല എന്നുള്ളത് ഒരിക്കലും ഉണ്ടെന്നുള്ളതിന്റെ എവിഡൻസ് അല്ല. റൈറ്റ്? അങ്ങനെ ആർഗ്യൂ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. ഇഗ്നോറൻസ് ഒരിക്കലും കൺക്ലൂഷനിലേക്ക് നയിക്കില്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ്. സോ ഇത്തരം ആർഗ്യുമെന്റ്സ് നമ്മൾ കാണാറില്ലേ? ഇപ്പോ നോ വൺ ഹാസ് പ്രൂവൺ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, അതുകൊണ്ട് ദൈവമില്ല. ഓർ നോ വൺ ഹാസ് പ്രൂവൺ ദി നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, അതുകൊണ്ട് ദൈവമുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പീൽ ടു ഇഗ്നോറൻസ് ആണ്. ഓക്കെ, then see another example, you can see it here. You cannot prove that you are innocent, so therefore you are guilty to me. നിങ്ങൾക്കത് നിങ്ങൾ ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഗിൽറ്റിയാണ്. റൈറ്റ്? ഇവിടെ ആ ഇഗ്നോറൻസ് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഐ മീൻ ഇന്നസെന്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ഗിൽറ്റി ആവുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി അപ്പീൽ ടു ഇഗ്നോറൻസ് ആണ്. ദെൻ അടുത്തത് ഇറലവന്റ് കൺക്ലൂഷൻ. ഇഗ്നോറേഷ്യോ എലൻചെ എന്ന് ചോദിച്ചിട്ടുണ്ട്, ആ ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്. ഇറലവന്റ് കൺക്ലൂഷൻ ആണ്. അതായത് കൺക്ലൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓൾ ചിൽഡ്രൻ ഷുഡ് ഹാവ് ആംപിൾ അറ്റൻഷൻ ഫ്രം ദെയർ പാരന്റ്സ്. ആദ്യത്തെ പ്രമിസ് അതാണ്, എല്ലാ കുട്ടികൾക്കും പാരന്റ്സിന്റെ ആംപിൾ അറ്റൻഷൻ ആവശ്യമാണ്. രണ്ടാമത്തെ പ്രമിസ്, പാരന്റ്സ് ഹു വർക്ക് ഫുൾ ടൈം കനോട്ട് ഗീവ് ആംപിൾ അറ്റൻഷൻ ടു ദെയർ ചിൽഡ്രൻ. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന പാരന്റ്സിന് ചിൽഡ്രന് ആംപിൾ അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് therefore mothers should not work full time. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? അതുവരെ പറഞ്ഞത് പാരന്റ്സ് എന്നാണ്. റൈറ്റ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഓൾ ചിൽഡ്രൻ ഷുഡ് ഹാവ് ആംപിൾ അറ്റൻഷൻ ഫ്രം ദെയർ പാരന്റ്സ്. റൈറ്റ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പാരന്റ്സ് ഷുഡ് ഹു വർക്ക് ഫുൾ ടൈം കനോട്ട് ഗീവ് ആംപിൾ അറ്റൻഷൻ ടു ദെയർ ചിൽഡ്രൻ. അവിടെയും പാരന്റ്സിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ കൺക്ലൂഷനിലേക്ക് വന്നപ്പോൾ മദേഴ്സ് മാത്രമായി പോയി. അവിടെ പാരന്റ്സ് എന്നാണ് പറയേണ്ടിയിരുന്നത്. ഹസ്ബൻഡിനെ എന്തുകൊണ്ട് ഫാദറിനെ ഒഴിവാക്കി? മദറിന് മാത്രമാണോ കുട്ടികളെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളത് എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇതിനെയാണ് ഇറലവന്റ് കൺക്ലൂഷൻ ഫ്രം ദി സ്റ്റേറ്റ്മെന്റ്. ഇത് ഇറലവന്റ് അല്ല കൺക്ലൂഷൻ ആണ്, ഡയറക്റ്റ്ലി എടുക്കുന്ന ഒരു കൺക്ലൂഷൻ അല്ല, ഇറലവന്റ് ആയിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെയാണ് ഫാലസി ഓഫ് ഇറലവന്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഫാലസി ഓഫ് ആക്സിഡന്റ്. ഫാലസി ഓഫ് ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സി വൺ എക്സാമ്പിൾ. അതിൽ നിന്ന് പറയാം, women earns less than men earn during for doing the same work. ഓക്കെ, സാധാരണഗതിയിൽ അങ്ങനെയാണ്. വിമൻ ഏൺസ് ലെസ് ദാൻ മെൻ ഏൺസ്. സെയിം വർക്ക് ചെയ്താലും സാധാരണഗതിയിൽ ലേഡീസിന് കുറച്ച് കാശാണ് കിട്ടുന്നത്, മെൻസിന് കിട്ടുന്നതിനേക്കാൾ കുറവ് കാശാണ്. ആ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ജനറലി എടുക്കുമ്പോൾ അത് ട്രൂ ആയിരിക്കും. പക്ഷെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോൾ, ലൈക്ക് ഒപ്ര വിൻഫ്രേ ഈസ് എ വിമൻ. കണ്ടോ സംഭവിച്ചിരിക്കുന്നത്? ഒപ്ര വിൻഫ്രേ എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാശ് മേടിക്കുന്ന ഒരു ടെലിവിഷൻ ഹോസ്റ്റ് ആണ്. ഓക്കെ, അദ്ദേഹത്തെ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ലേഡി ആയതുകൊണ്ട് therefore ഒപ്ര വിൻഫ്രേ ഏൺസ് ലെസ് ദാൻ മെയിൽ ടോക്ക് ഷോ ഹോസ്റ്റ്. സംഭവിച്ചിരിക്കുന്നത് എന്താ? അവിടെ ആ ഒരു പെർട്ടിക്കുലർ കേസിൽ അത് നിലനിൽക്കില്ല. ജനറലി അത് ട്രൂ ആയിരിക്കും, പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് കേസ് എടുത്തപ്പോൾ അത് വാലിഡ് ആയിരിക്കില്ല. അങ്ങനെ വരുന്ന ഇഷ്യൂവിനെയാണ് ഫാലസി ഓഫ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്യാൻ സി ഇവിടെ എൻറ്റയർ ചെയ്തിരിക്കുന്നത് ജനറൽ സ്റ്റേറ്റ്മെന്റിൽ ട്രൂ ആണ്, പക്ഷെ സ്പെസിഫിക്കിലേക്ക് വന്നപ്പോൾ അത് ട്രൂ അല്ല. ആ സാഹചര്യമാണ് ഫാലസി ഓഫ് ആക്സിഡന്റ്. ഇനി കൺവേഴ്സ് ആക്സിഡന്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കാം. അതായത് സ്പെസിഫിക് കേസിൽ അത് ട്രൂ ആയിരിക്കാം, പക്ഷെ ജനറലൈസ് ചെയ്യുമ്പോൾ ദാറ്റ് മേ നോട്ട് ബി ട്രൂ.
ഇപ്പോൾ ഡെനിസ് റോഡ്മാൻ വേസ് ഹിയറിംഗ് ആൻഡ് ഈസ് ആൻ എക്സലന്റ് റീബൗണ്ടർ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇദ്ദേഹം ഇയർ റിംഗ് ധരിക്കുന്നുണ്ട്, അതുകൊണ്ട് അദ്ദേഹം എക്സലന്റ് റീബൗണ്ടർ ആണ്. പക്ഷേ ഇയർ റിംഗ് ധരിച്ചത് കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റും. അവിടെയാണ് പ്രശ്നം സംഭവിച്ചത്. ആ വ്യക്തി അങ്ങനെയാണ്, പക്ഷേ therefore people who wear earrings are excellent rebounders. Will that statement valid? ഒരു പർട്ടിക്കുലർ പേഴ്സൺ എടുത്തു കഴിഞ്ഞാൽ അത് ട്രൂ ആയിരിക്കും, പക്ഷെ ജനറലൈസ് ചെയ്യുമ്പോൾ ദാറ്റ് മേ നോട്ട് ബി ട്രൂ. ഓക്കെ, സോ ലൈക്ക് ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലി ഓർ സച്ചിൻ ടെണ്ടുൽക്കർ, അദ്ദേഹത്തിനൊരു സ്പെസിഫിക് സൂപ്പർസ്റ്റിഷൻ ആയിട്ടുള്ള ഒരു മാലയുണ്ടെന്ന് വിചാരിക്കുക. മാലയുള്ളതുകൊണ്ട് അദ്ദേഹം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാല ഇടുന്ന എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് കൺവേഴ്സ് ആക്സിഡന്റ്. സ്പെസിഫിക് കേസ് എടുക്കുമ്പോൾ ദാറ്റ് മേ ബി ട്രൂ, പക്ഷെ ജനറലൈസ് ചെയ്യുമ്പോൾ ദാറ്റ് മേ നോട്ട് ബി ട്രൂ. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ആക്സിഡന്റ്. ജനറലൈസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ട്രൂ, പക്ഷെ സ്പെസിഫിക്കിലേക്ക് വരുമ്പോൾ ദാറ്റ് മേ നോട്ട് ബി ട്രൂ. ഓക്കെ, ഇതാണ് കൺവേഴ്സ് ആക്സിഡന്റ്. ഇനി അടുത്തത് ഫോൾസ് കോസ് ആണ്. പോസ്റ്റ് ഹോക്ക് ഓർ ഇർഗോ പ്രോംപ്റ്റർ ഹോക്ക് എന്നൊക്കെ പറയും. അതായത് ഫോൾസ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഫോൾസ് ആണ്. രണ്ട് ഇവന്റുകൾ ഒരുമിച്ച് ഹാപ്പൻ ചെയ്തു, അതുകൊണ്ട് ആ രണ്ട് ഇവന്റ് എപ്പോഴും ഒരുമിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദി ഫസ്റ്റ് ഇവന്റ് ലീഡ്സ് ടു അനദർ എന്ന് പറയുന്നത് തെറ്റാണ്. അതാണ് ഫോൾസ് കോസ് എന്ന് പറയുന്നത്. ഐ വിൽ ഷോ യു വൺ എക്സാമ്പിൾ. ദി മൂൺ വാസ് ഫുൾ ഓൺ തേഴ്സ്ഡേ ഈവനിങ്. തേഴ്സ്ഡേ ഈവനിങ്ങിൽ മൂൺ ഫുൾ ആയിരുന്നു. ഓൺ ഫ്രൈഡേ മോർണിംഗ് ഐ ഓവർസ്ലെപ്റ്റ്. തേഴ്സ്ഡേ ഈവനിങ്ങിൽ മൂൺ ഫുൾ ആയിരുന്നു, ഫുൾ മൂൺ ആയിരുന്നു. ആൻഡ് ഫ്രൈഡേ മോർണിംഗ് ഞാൻ കൂടുതൽ നേരം ഉറങ്ങി. അതിനർത്ഥം ആ രണ്ട് ഇവന്റ് കണക്റ്റഡ് ആണെന്ന് അതുകൊണ്ട് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ്. ദി ഫുൾ മൂൺ കോസ് മീ ടു ഓവർസ്ലീപ്. ഓക്കെ, രണ്ട് ഇവന്റും അങ്ങനെ കണക്റ്റഡ് ആണോ? രണ്ട് ഇവന്റുകൾ ഹാപ്പൻ ചെയ്തു, വൺ ആഫ്റ്റർ അനദർ. അതുകൊണ്ട് മാത്രം ആ ഇവന്റുകൾ കണക്റ്റഡ് ആണ് എന്ന് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ഫോൾസ് കോസ് എന്ന് പറയുന്നത്. കോസ് ഈസ് ഫോൾസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ്, അപ്പൊ ഇതുവരെയുള്ള കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആണോ? നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയതായിരുന്നു. ആദ്യത്തത് appeal to force, then appeal to pity, appeal to emotion, appeal to authority, then ad hominem, attacking the person, appeal to ignorance, then irrelevant conclusion, accident, conveys accident, false cause. എല്ലാം ക്ലിയർ ആണോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയും. ഓക്കെ, ക്ലിയർ. അടുത്തത് ബെഗിങ് ദി ക്വസ്റ്റ്യൻ ഓർ പെറ്റീഷ്യോ പ്രിൻസിപ്പി എന്ന് പറയും. അതായത് ഇവിടെ is a fallacy of using the conclusion of an argument as one of the premises offered in its support. അതായത് കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു premise ആയിട്ട് പറഞ്ഞു. കൺക്ലൂഷൻ പ്രമിസിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കൺക്ലൂഷന്റെ ആവശ്യമില്ല. അപ്പോൾ കൺക്ലൂഷനെ ആദ്യമേ നമ്മൾ പ്രമിസിന്റെ ഭാഗമായിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്താൽ അതാണ് ബെഗിങ് ദി ക്വസ്റ്റ്യൻ. സോ all dogs are mammals. See, all dogs are mammals. All mammals have hair. Since animals with hair bear live young, dogs bear live young, but all animals that bear live young are mammals. അങ്ങനെയൊക്കെ കുറേ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ട് അൾട്ടിമേറ്റ്ലി പറയുന്നത് എന്താ? All dogs are mammals. See, this statement is already there in the premises itself. ഇതിനെയാണ് ബെഗിങ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഓർ ഇൻഡയറക്ട്ലി ആകാം, ഇത് ഡയറക്ട്ലി നമ്മൾ ഒന്നുള്ളൂ. അതായത് കൺക്ലൂഷൻ പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്ട്ലി പ്രമിസിൽ തന്നെ അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ബെഗിങ് ദി ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യനെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് അവിടെ, അല്ലെങ്കിൽ ആ കൺക്ലൂഷനിലേക്ക് നമ്മൾ നയിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അങ്ങനെ വരുവാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ബെഗിങ് ദി ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അടുത്തത് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ. കോംപ്ലക്സ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മൾ ഇതിനകത്ത് എന്ത് പറഞ്ഞാലും കൺക്ലൂഷൻ വാലിഡ് ആണെന്നിരിക്കും. റൈറ്റ്, ഏത് രീതിയിൽ അതിനെ ആൻസർ ചെയ്താലും കൺക്ലൂഷൻ ഈസ് ട്രൂ. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സീ വൺ എക്സാമ്പിൾ. ഹാവ് യു ട്രൈഡ് ടു സ്റ്റോപ്പ് വാച്ചിങ് ടു മച്ച് ടെലിവിഷൻ? ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് പറയും? ഹാവ് യു ട്രൈഡ് ടു സ്റ്റോപ്പ് വാച്ച് ടു മച്ച് ടെലിവിഷൻ എന്നാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ അതിനുള്ള ആൻസർ ആയിട്ട് നമ്മൾ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, നമ്മൾ കൂടുതൽ ടി വി കാണുന്നുണ്ട്. നോ എന്ന് പറഞ്ഞാലും നമ്മൾ കൂടുതൽ ടി വി കാണുന്നുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് തന്നെയായാലും കൺക്ലൂഷൻ അത് തന്നെയാണ്. കൺക്ലൂഷൻ എങ്ങനെയായിരിക്കും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ അങ്ങനെ കാണാറില്ല എന്നൊരു ആൻസർ പറയാൻ പറ്റില്ല. ബിക്കോസ് ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് ഷേപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഹാവ് യു ട്രൈഡ് ടു സ്റ്റോപ്പ് വാച്ചിങ് ടു മച്ച് ടെലിവിഷൻ? അപ്പൊ നമുക്ക് രണ്ട് ആൻസറേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇഫ് സോ then you are admitting that you do watch too much television. നമ്മളത് കൂടുതലായിട്ട് കാണുന്നുണ്ടെന്നാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. നോ എന്ന് പറഞ്ഞാലും നമ്മളത് കൂടുതലായിട്ട് കാണുന്നുണ്ടെന്ന് തന്നെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. സോ ദി കൺക്ലൂഷൻ ഈസ് therefore you watch too much television. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെയാണ് കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിന്റെ ആൻസർ എന്ത് പറഞ്ഞാലും ആ കൺക്ലൂഷൻ തന്നെ കിട്ടും. അതിനെയാണ്, ആ ഒരു സാഹചര്യത്തിലാണ് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഇക്വൊക്കേഷൻ. ഇക്വൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രേസ് ആംബിഗ്യസ് ആണ്. ഒരു വേർഡ് അത് രണ്ടിടത്ത് രണ്ട് രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് മീനിങ് ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരം സാഹചര്യങ്ങളെയാണ് ഇക്വൊക്കേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ മിഡിൽ ടേം ആണല്ലോ കണക്റ്റീവ് വേർഡായിട്ട് ഉപയോഗിക്കുന്നത്. ആ മിഡിൽ ടേം ആദ്യത്തെ സെന്റൻസിൽ ഒരു മീനിങ്ങും രണ്ടാമത്തെ സെന്റൻസിൽ മറ്റൊരു മീനിങ്ങും ആണെങ്കിൽ അതിനെ ഇക്വൊക്കേഷൻ എന്ന് പറയാം. ലൈക്ക് ഐ വിൽ ഷോ യു വൺ എക്സാമ്പിൾ. റിയലി എക്സൈറ്റിംഗ് നോവൽസ് ആർ റെയർ. ഈ റെയറിന്റെ മീനിങ് എന്താ? റിയലി എക്സൈറ്റിംഗ് ആയിട്ടുള്ള നോവൽസ് കിട്ടാനില്ല എന്നാണ്. ഓക്കെ. അതേസമയം ബട്ട് റെയർ ബുക്സ്, ദിസ് ഈസ് അനദർ റെയർ, റൈറ്റ്? ഈ മുകളിൽ പറഞ്ഞ റെയർ അല്ല അത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ റെയർ എന്ന് പറഞ്ഞാൽ എക്സൈറ്റിംഗ് നോവൽസ് റെയർ ആണെന്നുള്ളതാണ്. അതേസമയം താഴെ പറഞ്ഞിരിക്കുന്ന റെയറോ, ബുക്സ് റെയർ ആയിട്ടുള്ള ബുക്സ്. ഈ രണ്ട് സാഹചര്യങ്ങളിലും റെയറിന്റെ മീനിങ് ഡിഫറെന്റ് ആണ്. ഒരേ മീനിങ്ങിൽ എടുത്തിട്ടല്ല അവിടെ കൺക്ലൂഷനിലേക്ക് വന്നിരിക്കുന്നത്. സോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ഇക്വൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ therefore really exciting novels are expensive. So what happens is that connection is not framed. സെയിം വേർഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കണക്ഷൻ ഫ്രെയിം ചെയ്യാൻ പറ്റൂ. മിഡിൽ ടേം എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ മിഡിൽ ടേം എന്ന് പറയുന്നത് രണ്ട് മിഡിൽ ടേം ആണ്. അവർ രണ്ട് ഡിഫറെന്റ് വേർഡ്സ് ആണ്. അങ്ങനെ സംഭവിക്കുന്ന സിറ്റുവേഷനെയാണ് ഇക്വൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ആംഫിബോളി. ആംഫിബോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it occurs when when every term of the argument is univocal, if there is a grammatical construction of the sentence creates its own ambiguity. അതായത് എല്ലാ ടേബിളുകളും ഒക്കെ ഇപ്പം മുമ്പ് കണ്ടതുപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ what happens is that ആ ഒരു ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതി കൊണ്ട് മനസ്സിലാവുന്നില്ല, എന്താണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ സാഹചര്യങ്ങളെയാണ് ആംഫിബോളി എന്ന് പറയുന്നത്. You can see it here. A reckless motorist Thursday struck and injured a student who was jogging through the campus in his pickup truck. എന്താ ഉദ്ദേശിച്ചത്? പിക്കപ്പ് ട്രക്കിലൂടെ ജോഗ് ചെയ്യുന്നതെന്നാണോ, അതോ ഒരു മോട്ടോറിസ്റ്റ് അദ്ദേഹത്തിന്റെ പിക്കപ്പ് ട്രക്കിൽ ജോഗ് ചെയ്യുന്ന ആൾ ഇടിച്ചിട്ടെന്നാണോ? സോ വാട്ട് വിൽ ഹാപ്പൻ? ആ ഒരു കൺഫ്യൂഷൻ ഇസ് ക്രിയേറ്റഡ്. അത്തരത്തിൽ ഗ്രാമാറ്റിക്കൽ യൂസേജ് കാരണം വന്നിരിക്കുന്ന ഒരു എറർ നമ്മളെന്താ പറയുക, കൺക്ലൂഷനിലേക്ക് നയിക്കുമ്പോൾ എറർ സംഭവിക്കുകയാണ്. കൺക്ലൂഷൻ എന്താ വന്നിരിക്കുന്നത് നോക്കി. സോ ഇറ്റ്സ് അൺസേഫ് ടു ജോഗ് ഇൻ യുവർ പിക്കപ്പ് ട്രക്ക്. അപ്പൊ മോളിൽ പറഞ്ഞിരിക്കുന്നതിന്റെ മീനിങ് അല്ല അത്. ആ മീനിങ്ങിലേക്ക് നമുക്ക് കിട്ടാതെ പോകുന്നു, മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാതെ പോകുന്നു. ഇതിനെയാണ് ആംഫിബോളി എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്തത് ആക്സിഡന്റ്. ഫാലസി ഓഫ് ആക്സിഡന്റ്. സോ ദി ഫാലസി ഓഫ് ആക്സിഡന്റ് arises from ambiguity produced by a shift of spoken or written emphasis. അതായത് ജോർജ് turned in his assignment on time Tuesday or today. ഇപ്പോൾ ജോർജ് turned in his assignment on time today എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സ്ട്രെസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹം സമയത്ത് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അദ്ദേഹം ലേറ്റ് ആയിട്ട് വെക്കാറുള്ളൂ എന്ന് മീനിങ് ഉണ്ട്. അതാണ് ആക്സിഡന്റ്. സോറി, ആക്സെന്റ്. ആക്സിഡന്റ് എന്നാണ് പറഞ്ഞത്. സോറി, ആക്സെന്റിലുള്ള എററാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും എംഫസിസ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അത് കാരണം വരുന്ന എററാണ് ഫാലസി ഓഫ് ആക്സെന്റ്. സോ therefore ജോർജ് യൂഷ്വലി turned in his assignments late എന്നല്ലേ കൺക്ലൂഷൻ വരുന്നത്. ജോർജ് turned in his assignment on time today. അവിടെ നമ്മൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുക? ജോർജ് കൃത്യസമയത്ത് വെച്ചു എന്നുള്ള മീനിങ് വരും. പക്ഷെ ഇന്ന് അദ്ദേഹം കൃത്യസമയത്ത് വെച്ചു എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തുന്നതാണ് ഇന്ന് മാത്രമാണ് അദ്ദേഹം കൃത്യസമയത്ത് വെച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം ലേറ്റ് ആയിട്ടാണ് വയ്ക്കാറ് എന്നൊരു ഇൻഡയറക്റ്റ് മീനിങ് കൂടി അതിന് വരും. അതാണ് ആക്സെന്റിന്റെ പ്രശ്നം. ഓക്കെ. ദെൻ അടുത്തത് കോമ്പോസിഷൻ ആണ്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഐ ക്യാൻ സി ആക്സിഡന്റ് നമ്മൾ പറഞ്ഞില്ല, കൺവേഴ്സ് ആക്സിഡന്റ് പറഞ്ഞതുപോലെയാണ്, പക്ഷെ ദർ ഇസ് സം ബിഗ് ഡിഫറൻസ്. അതായത് ദിസ് ഫാലസി ഓഫ് കോമ്പോസിഷൻ ഇൻവോൾവ്സ് ആൻ ഇൻഫറൻസ് ഫ്രം ദി ആട്രിബ്യൂഷൻ ഓഫ് സം ഫീച്ചർ ടു എവരി ഇൻഡിവിജ്വൽ മെമ്പർ ഓഫ് ദി ക്ലാസ്. അതായത് നമ്മൾ ചില ഫീച്ചേഴ്സ് എടുക്കുമ്പോൾ ദാറ്റ് മേ ബി ട്രൂ. ഓക്കെ, അതേസമയം അത് എല്ലാ ഫീച്ചറും എല്ലാ കാര്യങ്ങളും ഓൾ ടുഗദർ പറയുമ്പോൾ ദാറ്റ് മേ നോട്ട് ബി ട്രൂ. അതായത് ഐ വിൽ ഷോ യു വൺ എക്സാമ്പിൾ. എവരി കോഴ്സ് ഐ ടുക്ക് ഇൻ ദി കോളേജ് വാസ് വെൽ ഓർഗനൈസ്ഡ്. ഞാൻ എടുത്ത എല്ലാ കോഴ്സുകളും വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് എന്റെ കൺക്ലൂഷൻ എന്താണ്? ദെർഫോർ മൈ കോളേജ് എഡ്യൂക്കേഷൻ വാസ് വെൽ ഓർഗനൈസ്ഡ്. അത് ട്രൂ ആയിരിക്കുമോ? ഞാൻ എടുത്ത കോഴ്സുകൾ മാത്രമാണ് വെൽ ഓർഗനൈസ്ഡ് ആയത്, അതിൽ നിന്നും എന്റെ കോളേജ് എഡ്യൂക്കേഷൻ പൂർണ്ണമായിട്ട് വെൽ ഓർഗനൈസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് വാലിഡ്. അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഒരു പെർട്ടിക്കുലർ ആസ്പെക്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ബ്രോഡ് പിക്ചറിന്റെ ഒരു ചെറിയ ആസ്പെക്ട് എടുക്കുമ്പോൾ ദാറ്റ് മേ ബി ട്രൂ, പക്ഷേ ജനറലൈസ് ചെയ്യാൻ പോകുമ്പോൾ അത് ഫോൾസ് ആണ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് കൺവേഴ്സ് ആക്സിഡന്റുമായിട്ട് സിമിലർ ആയിട്ട് തോന്നും, പക്ഷെ കൺവേഴ്സ് ആക്സിഡന്റും കോമ്പോസിഷനും ഡിഫറെന്റ് ആണ്. എങ്ങനെയാണെന്ന് പറയാം. നോട്ടീസ് ദാറ്റ് ഇറ്റ് ഈസ് distinct from the fallacy of converse accident, which improperly generalizes from unusual specific case. My philosophy course was well organized, therefore college courses was well organized. From the fallacy of composition, the crucial fact is that even when something can be truly said of each and every individual part, it does not follow the same for truly said for the whole class. അതായത് ഇപ്പോൾ കൺവേഴ്സ് ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ എൻ്റെ ഒരു പെർട്ടിക്കുലർ കോഴ്സ് നല്ലതായിരുന്നു. ഓക്കെ, ഒരു പെർട്ടിക്കുലർ കോഴ്സ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു, അതിനുശേഷം ജനറലൈസ് ചെയ്യുവാണ് ഞാനെടുത്ത എല്ലാ കോഴ്സും നല്ലതാണ്. അതിനെയാണ് കൺവേഴ്സ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ആ ഒരു കോളേജ് എഡ്യൂക്കേഷനകത്തെ ഓരോ കോഴ്സുകൾ എടുക്കുക, ഓരോ കോഴ്സുകളും വെൽ അറേഞ്ച്ഡ് ആയിരുന്നു, പക്ഷേ അതിന്റെ മീനിങ്ങിൽ നിന്നും എൻ്റയർ കോളേജ് എഡ്യൂക്കേഷൻ വെൽ അറേഞ്ച്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അതാണ് കോമ്പോസിഷൻ. ഇൻഡിവിജ്വൽ പാർട്ടുകളായിട്ട് എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി വെൽ അറേഞ്ച്ഡ്, പക്ഷേ ആസ് എ വോൾ പിക്ചർ എൻ്റയർ ക്ലാസ് ആയിട്ട് എടുക്കുമ്പോൾ ദാറ്റ് മേ നോട്ട് ബി വെൽ അറേഞ്ച്ഡ്. ഇതിനെയാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. യു ഗോട്ട് ദ ഡിഫറൻസ്? കൺവേഴ്സ് ആക്സിഡന്റ് ആണെങ്കിൽ അവിടെ ഒരു ഐറ്റം എടുത്തിട്ട് അതിനെ ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെയാണെങ്കിലോ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസിനും അത് വാലിഡ് ആയിരിക്കും, ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസിനും വാലിഡ് ആയിരിക്കും, പക്ഷേ ജനറൽ സെൻസിൽ പറയുമ്പോൾ അത് വാലിഡ് ആയിരിക്കില്ല. അതാണ് കോമ്പോസിഷൻ. ഇനി ഡിവിഷൻ കോമ്പോസിഷന്റെ ഓപ്പോസിറ്റ് ആണ്. ഓർ ഫാലസി ഓഫ് ആക്സിഡന്റുമായിട്ട് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഫാലസിയാണ് ഡിവിഷൻ. ഓസ്ലെറ്റ്സ് ആർ ഡൈങ് ഔട്ട്. സ്പാർക്കി ഈസ് an oxalate, therefore sparky is also dying out. What happened here is that ഓസ്ലെറ്റ്സ് എന്ന് പറയുന്ന സ്പീഷീസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ഓസ്ലെറ്റ്സിനെ എടുത്താലും ജനറലി പറയുമ്പോൾ മൊത്തത്തിൽ ഓസ്ലെറ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നും ഒരു ഓസ്ലെറ്റിനെ എടുത്തിട്ട് അത് ചാകാൻ പോവാന്ന് പറഞ്ഞാൽ വാലിഡ് ആയിരിക്കും? റൈറ്റ്. അതിൽ നിന്ന് ഏതിനെ പിടിച്ചാലും ഈ പറഞ്ഞ ജനറൽ സ്റ്റേറ്റ്മെന്റിൽ എക്സ്റ്റിങ്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. പക്ഷെ അതിൽ ഒരെണ്ണത്തിന് എടുത്തിട്ട് അതിപ്പോ നല്ല ഹെൽത്തി ആയിരിക്കും, അത് ചാകാൻ പോവാണെന്ന് പറഞ്ഞാൽ ദാറ്റ് മേ നോട്ട് ബി വാലിഡ്. അതാണ് ഡിവിഷൻ. സോ ഒരു പെർട്ടിക്കുലർ കേസിൽ, അതായത് ഓൾ ടുഗദർ ദാറ്റ് മേ ബി ട്രൂ, അതിന്റെ ഓരോ പാർട്ടുകൾ എടുത്തു കഴിഞ്ഞാലും അത് ട്രൂ ആയിരിക്കില്ല. അവിടെയാണ് ഡിവിഷൻ ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് കോമ്പോസിഷൻ, എന്താണ് ഡിവിഷൻ നമ്മൾ കണ്ടു. ഇനി അടുത്തത് സ്ട്രോമാൻ ഫാലസി. സ്ട്രോമാൻ ഫാലസി occurs when someone takes another person's argument or point, distort it or exaggerate it in some kind of extreme way, and then attach the extreme distortion as if that is the real claim of that person who made the comment. അതായത് ഒരു ഇൻഡിവിജ്വൽ ഒരു ചെറിയ കാര്യം പറഞ്ഞു, നമ്മൾ അതിനെ അങ്ങ് എക്സാജറേറ്റ് ചെയ്യും, അതിനുശേഷം ആ ഇൻഡിവിജ്വലിനെ അത് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനെയാണ് സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്നത്. I'll show you one example. See this: pollution from humans contribute to climate change because എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അത്രയും മാത്രമേ ഉള്ളൂ. പൊല്യൂഷൻ ആണ്, ഹ്യൂമൻസിൽ ഉണ്ടാക്കിയ പൊല്യൂഷൻ ആണ് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമായത് എന്ന് ജനറൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് ആ ഒരു ആർഗ്യുമെന്റ് നമ്മളങ്ങ് വലിച്ച് കീറാൻ പോവാണ്. സോ യു തിങ്ക് ഹ്യൂമൻസ് ആർ ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ എക്സ്ട്രീം വെതർ? കണ്ടോ? അപ്പോ
അദ്ദേഹം പറഞ്ഞത് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാവുന്നത് മാത്രമാണ്. അപ്പൊ നമ്മൾ ആദ്യം ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറച്ചുകൂടി എക്സ്ട്രീം പോയിന്റുകളിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. ലൈക്ക് ഹറിക്കെയിൻസ് ആൻഡ് ഹൗ കോസ് ഡ്രോത്ത് ഇൻ ദി സൗത്ത് വെസ്റ്റ് US. If that's the case, maybe we just need to go to the southern west and perform a rain dance. കണ്ടോ, സംഭവിച്ചിരിക്കുന്നത് എന്താ? ഒരു പോയിന്റിൽ നിന്നും നമ്മൾ അതിനെ അദ്ദേഹം പറയാത്ത സെൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ആ ഇൻഡിവിജ്വലിന്റെ ആർഗ്യുമെന്റ് തെറ്റാണെന്ന് വരുത്താൻ ശ്രമിക്കും. ഇതിനെയാണ് സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് എ പേഴ്സൺസ് ആക്ച്വൽ ആർഗ്യുമെന്റ് ഓർ പ്രപ്പോസിഷൻ with a distorted, exaggerated or misinterpreted version of the position of the argument. അദ്ദേഹം പറയാത്തൊരു പൊസിഷനാണത്. അദ്ദേഹം പറഞ്ഞത് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാവുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും മീനിങ് ഇല്ല. ഡ്രോട്ട് മൊത്തം അത് കാരണമാണ്, അല്ലെങ്കിൽ വരൾച്ചയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ അത് കാരണമാണെന്നൊരു മീനിങ് ഇല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനെ പല രീതിയിൽ എക്സാജുറേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് തെറ്റാണെന്ന് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? റൈറ്റ്, സ്ട്രോമാൻ ഫാലസി. റിമെമ്പർ ദിസ്, സ്ട്രോമാൻ, വെരി 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 ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ദെൻ സ്ലിപ്പറി സ്ലോപ്പ്. സ്ട്രോമാൻ പറഞ്ഞു ഒരുപാട് എക്സാജറേറ്റ് ചെയ്യുകയാണ്. സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ദി ലോജിക്കൽ ഫാലസി occurs when someone argues without providing adequate evidence that certain action or proposition will lead to an undesirable outcome, a series of events. അതായത് ഒരു ആക്ഷനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി വേറെ കുറെ ഇവന്റുകൾ പുതുതായിട്ട് കൊണ്ടുവരാം. ആ പുതുതായിട്ട് കൊണ്ടുവരുന്ന ഇവന്റുകളെ കണക്റ്റഡ് ആണ്. ഇത് കാരണം ഇത് സംഭവിക്കും, ഇത് സംഭവിക്കും, അങ്ങനെ സംഭവിക്കും, അൾട്ടിമേറ്റ്ലി വി ലോ സംതിങ്. അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള സീരീസ് ഓഫ് ഇവന്റ്സ് വഴി ആ ആർഗ്യുമെന്റ് തെറ്റാണെന്ന് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. Can see it here. Okay. Oh, and to conclude, I leave you with this. If we enact any kind of gun control laws കൊണ്ടുവരുന്നതുമായി തീരുമാനിച്ച് എന്ന് വിചാരിക്കുക. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നതാണ്, ദി നെക്സ്റ്റ് യു വിൽ നോ വി വോണ്ട് ബി അലൗഡ് ടു ഡിഫെൻഡ് അവർ സെൽഫ് അഗെയിൻസ്റ്റ് ടെററിസ്റ്റ് അറ്റാക്ക്. ഗൺ കൺട്രോൾ ലോ വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ പറയുന്നത് അങ്ങനെ ഒരു ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തടയാൻ പറ്റാതെ പോകും. ആൻഡ് വെൻ ദാറ്റ് ഹാപ്പൻസ് ടെററിസ്റ്റ് വിൽ ടേക്ക് ഓവർ അവർ കൺട്രി. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ടെററിസ്റ്റ് നമ്മുടെ രാജ്യം പിടിച്ചെടുക്കും. Therefore, gun control laws will force us to lose our country to terrorists. അത് കാരണം ഗൺ കൺട്രോൾ ലോ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യം ടെററിസ്റ്റിന് കൊണ്ടേ കൊടുക്കുന്നത് പോലെ ആകും. ഇങ്ങനെ ആദ്യത്തെ ആ ഒരു ഗൺ കൺട്രോൾ ലോ കൊണ്ടുവരുന്നു എന്നുള്ള ആർഗ്യുമെന്റിനെ വലിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവന്റുകൾ വെച്ചുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഒരു വലിയ പ്രശ്നം സംഭവിക്കും എന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ്. ഇതിനെയാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് സ്ലിപ്പറി സ്ലോപ്പ്. വി ഗോട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്ലിപ്പറി സ്ലോപ്പ് ആൻഡ് സ്ട്രോമാൻ. സ്ട്രോമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ നമ്മളോട് ഉണ്ടെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വഴി ആ ആർഗ്യുമെന്റ് തെറ്റാണെന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇതാണ് സ്ലിപ്പറി സ്ലോപ്പ്. അടുത്തത് റെഡ് ഹെറിംഗ്. റെഡ് ഹെറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള ഒരു ഫാലസിയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സംസാരം വന്നു കഴിഞ്ഞാൽ ആ സംസാരത്തെ മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ വേറെ ഏതെങ്കിലും പുതിയ ടോപ്പിക് ഇടും. ദാറ്റ് ഈസ് കോൾഡ് റെഡ് ഹെറിംഗ്. ഓക്കെ, ആ ഒരു കോൺവെർസേഷൻ തടഞ്ഞിട്ട് ആ കോൺവെർസേഷനെ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയാണ് റെഡ് ഹെറിംഗ് ചെയ്യുന്നത്. ലൈക്ക് നിങ്ങൾക്കിവിടെ കാണാം. സോ ഇൻഡിവിജ്വൽസ് ഫോളോയിങ് ആൻ ആർഗ്യുമെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ കൊണ്ടുവരിക. തെറ്റായ ആ ഒരു സബ്ജക്ട് മാറ്ററിൽ നിന്ന് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ വേറൊരു പോയിന്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റെഡ് ഹെറിംഗ് ഫാലസി. ക്യാൻ സീ വൺ എക്സാമ്പിൾ ഹിയർ. മോം പറയുകയാണ്, ഇറ്റ്സ് ബെഡ് ടൈം ജെയിനോട് ഉറങ്ങാൻ സമയമായി എന്ന് പറയുമ്പോൾ ഉറങ്ങാതിരിക്കാൻ ആ ഒരു സബ്ജക്ട് മാറ്റാൻ വേണ്ടി ജെയിനോട് ചോദിക്കുകയാണ്, മോം ഹൗ ഡു ആൻഡ്സ് ഫീഡ് ദെയർ ബേബീസ്. കണ്ടോ, ആർഗ്യുമെന്റ് ഒരു ഡിസ്ട്രക്ഷൻ കൊടുത്തു. ഇനി മോം വീണ്ടും പറയാണ്, ഡോണ്ട് നോ ഡിയർ, ക്ലോസ് യുവർ ഐസ് നൗ. വീണ്ടും ഉറങ്ങാൻ താല്പര്യമില്ല, അതുകൊണ്ട് വീണ്ടും പറയാണ്, ബട്ട് മാമ ഡു ആൻഡ് ബേബീസ് ക്രൈ വെൻ ദേ ഹംഗ്രി. കണ്ടോ, അതായത് ആ ഒരു ഡെലിബറേറ്റ് ആ ഒരു ആ ഒരു കോൺവെർസേഷനോ ആർഗ്യുമെന്റ് ലൈനിൽ നിന്നും തെറ്റിക്കുക, മറ്റൊരു ആർഗ്യുമെന്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ മറ്റൊരു ഡിസ്കഷനിലേക്ക് നയിക്കുക. ഇങ്ങനെ രീതിയിൽ സ്റ്റേറ്റ്മെന്റ്സ് പറയുകയാണെങ്കിൽ അതിനെയാണ് റെഡ് ഹെറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് റെഡ് ഹെറിംഗ് ഫാലസി. ദെൻ അടുത്തത് ഫോൾസ് ഡിലേമയാണ്. ഫോൾസ് ഡിലേമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒക്യൂസ് വെൻ ഫോൾസ് ഡിലേമ ഇസ് എ ഫാലസി ഒക്യൂസ് വെൻ there is a limited number of choices or outcomes or views are presented as the only options.
വെൻ ഇൻ ഫാക്ട് ദർ ആർ മോർ ഓപ്ഷൻസ് എക്സിസ്റ്റ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ലൈക്ക് യു ആർ എയ്തർ വിത്ത് അസ് ഓർ എഗെയിൻസ്റ്റ് അസ്. ഒന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഒപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ്. എതിർ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ പ്രശ്നം എന്താ? നമുക്ക് രണ്ടും ഇല്ലാതെ ന്യൂട്രലായിട്ട് വേണമെങ്കിൽ നിൽക്കാം. പക്ഷേ സ്റ്റേറ്റ്മെന്റ് വഴി പറയുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം, ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒരു ഫോൾസ് ഡിലേമയാണ്. സിറ്റുവേഷൻ രണ്ട് ചോയ്സുകളായിട്ട് ലിമിറ്റ് ചെയ്യുന്നു, എന്നാൽ അതിൽ കൂടുതൽ ചോയ്സുകൾ അവിടെ അവൈലബിൾ ആയിരുന്നു. ആ ഒരു സാഹചര്യത്തെയാണ് ഫോൾസ് ഡിലേമ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാൻ സീ ഇറ്റ് ഹിയർ. ഐ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഗോയിങ് ടു വാർ എന്നുള്ള സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത് എന്താ? സിൻസ് യു ആർ എഗെയിൻസ്റ്റ് വാർ യു മസ്റ്റ് ബി എഗെയിൻസ്റ്റ് അവർ ട്രൂപ്സ്. വാറിന് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഫോഴ്സസിന് എഗെയിൻസ്റ്റ് ആയിരിക്കണം. കണ്ടോ, ഒന്ന് വാറിന് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ഞങ്ങളുടെ ഫോഴ്സസിന് എഗെയിൻസ്റ്റ് ആണ്. ഇത്തരം സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ഫോൾസ് ഡിലേമ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാലസീസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെല്ലാം നമ്മൾ കണ്ടു. ആൻഡ് ഏതെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ ഇതുവരെ കണ്ടതിൽ? ഒരിക്കൽ കൂടി ഞാൻ തിരിച്ചു പോയിട്ട് പറയുന്നു. ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് അപ്പീൽ ടു ഫോഴ്സിലാണ്, ആർഗ്യുമെന്റ് അറ്റ് പോപ്പുലം, സോറി അറ്റ് ബാക്കുലം. ദെൻ അടുത്തത് അപ്പീൽ ടു പിറ്റി, ദെൻ അപ്പീൽ ടു ഇമോഷൻ, അപ്പീൽ ടു അതോറിറ്റി, ഇറലവന്റ് അതോറിറ്റി എന്ന് തന്നെ ഓർക്കുക കേട്ടോ. ദെൻ അഡ് ഹോമിനം അക്റ്റാർ, അപ്പീൽ ടു ഇഗ്നോറൻസ്, ഇറലവന്റ് കൺക്ലൂഷൻ, ആക്സിഡന്റ്, കൺവേഴ്സ് ആക്സിഡന്റ്, ഫോൾസ് കോസ്, begging the question, complex question, equivocation, amphiboly, accent, composition, division, strawman fallacy, slippery slope, red herring fallacy, false dilemma. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഫാലസീസ് ഒരുപാടുണ്ട്. എബൌട്ട് 150 160 ഒക്കെ ഫാലസീസ് നമുക്ക് പറയാം. ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാലസീസ് ആണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് ഓർ പ്ലീസ് പറയൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാലസീസ്, ഐ തിങ്ക് ഒരു 10 to 15 എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ശരി. ഇനി കുറച്ച് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഫാലസീസ് ഉണ്ട്, എന്നാൽ നമുക്കൊരു അഡീഷണൽ കുറച്ചുകൂടി കാണാം. അതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വേറെ മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓർക്കാം. അഡ് ഹോമിനും നമ്മൾ കണ്ടു. എന്തായിരുന്നു? അറ്റാക്കിംഗ് ദി പേഴ്സൺ. ഒരു ഇൻഡിവിജ്വൽ പറയുന്നു, ആ ഇൻഡിവിജ്വലിന്റെ ആർഗ്യുമെന്റ് അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ആ ആർഗ്യുമെന്റ് പറഞ്ഞ വ്യക്തി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അഡ് ഹോമിനോ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് സ്ട്രോമാൻ ഫാലസി ഓൾറെഡി കണ്ടതാണല്ലോ. ഓക്കെ, സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. സ്ട്രോമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് അല്ല. സ്ട്രോമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയാത്ത കാര്യങ്ങളുണ്ട്, പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ഒരു എലാബറേറ്റ് ചെയ്യും. അതിനെയാണ് സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്നത്. ദെൻ അപ്പീൽ ടു അതോറിറ്റി നമ്മൾ കണ്ടതാണ്, ഇറലവന്റ് അതോറിറ്റി. ലൈക്ക് എ ഫേമസ് ആക്ടർ സേസ് ദിസ് ഡയറ്റ് പിൽ വർക്ക്സ്. അദ്ദേഹം അതിനകത്ത് എത്ര റെലവന്റ് ആണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു അദ്ദേഹം ഒരു ഇറലവന്റ് അതോറിറ്റി പറയുന്ന കാര്യം വെച്ചുകൊണ്ട് നമ്മൾ കൺക്ലൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെയാണ് അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്നത്. ദെൻ അപ്പീൽ ടു ഇഗ്നോറൻസ് നമ്മൾ പറഞ്ഞു. സർക്കുലർ റീസണിങ് ഓർ ബെഗിങ് ദി ക്വസ്റ്റ്യൻ. ബെഗിങ് ദി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്റ്റേറ്റ്മെന്റ്സിൽ തന്നെ ആർഗ്യുമെന്റ് കൺക്ലൂഷൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇതിനാണ് സർക്കുലർ റീസണിങ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ പ്രമിസുകളിൽ തന്നെ കൺക്ലൂഷൻ എന്താണെന്നുള്ളത് ഓൾറെഡി ഇംപ്ലൈഡ് ആണ്. ദെൻ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി സംതിങ് ഇറ്റ് ഈസ് എൻറ്റൈൽഡ് ഫ്രം പ്രമൈസസ്. നമ്മുടെ പ്രമൈസസിൽ നിന്ന് എൻറ്റൈൽ ചെയ്തെടുക്കുന്ന ഒന്നായിരിക്കണം. പക്ഷേ പ്രമൈസുകളിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് കൺക്ലൂഷൻ എങ്കിൽ അതിനെയാണ് ബെഗിങ് ദി ക്വസ്റ്റ്യൻ ഓർ സർക്കുലർ റീസണിങ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ്. ദെൻ അടുത്തത് ഫോൾസ് ഡിലേമ പറഞ്ഞു. ഫോൾസ് ഡിക്കോട്ടമി. രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, രണ്ട് ചോയ്സസ് നമ്മുടെ മുമ്പിലുള്ളൂ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഫോൾസ് ഡിക്കോട്ടമി ഓർ ഫോൾസ് ഡിലേമയാണ്. ദെൻ ഹാസ്റ്റി ജനറലൈസേഷൻ. ഹാസ്റ്റി ജനറലൈസേഷൻ ഓർ ജമ്പിങ് ടു ദി കൺക്ലൂഷൻ എന്ന് പറയും. നമ്മൾ കണ്ട ഒരു കേസിനകത്ത് അത് ശരിയായിരിക്കും, പക്ഷെ ജനറലി അങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാസ്റ്റി ജനറലൈസേഷൻ ആണ്. സോ ദിസ് ഫാലസി ഇൻവോൾവ്സ് മേക്കിംഗ് എ ബ്രോഡ് കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ എ സ്മോൾ സാമ്പിൾ. നമ്മൾ
വളരെ ചെറിയൊരു സാമ്പിളിനെ കണ്ടുകൊണ്ട് ജനറലി അതേപോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാസ്റ്റി ജനറലൈസേഷൻ ആണ്. ഇതൊന്ന് ഓർത്തേക്കണം. ലൈക്ക് ഐ മെറ്റ് 2 റൂഡ് പീപ്പിൾ, ഓക്കെ, ഫ്രം ദാറ്റ് കൺട്രി. നമ്മളിപ്പോൾ ഒരു രാജ്യത്തെ 2 പേരെ പരിചയപ്പെട്ടു, 2 പേരും വളരെ റൂഡായിരുന്നു, അതുകൊണ്ട് ആ രാജ്യത്തുള്ള എല്ലാവരും റൂഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാസ്റ്റി ജനറലൈസേഷൻ ആണ്. ദാറ്റ് മെ നോട്ട് ബി വാലിഡ്. ഓക്കെ, ആകെ നമ്മൾ 2 പേരെ കണ്ടുള്ളൂ, അതൊരു സഫീഷ്യന്റ് സാമ്പിൾ അല്ല. ദെൻ അപ്പീൽ ടു ഇമോഷൻ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇമോഷൻ കണ്ടതാണ്. റെഡ് ഹെയറിംഗ് കണ്ടതാണ്. പോസ്റ്റ് ഹോക്ക് ഓർ ഫോൾസ് കോസ് നമ്മൾ കണ്ടതാണ്. അപ്പീൽ ടു ട്രഡീഷൻ, another thing. The fallacy argues that something is true or better because it has been done that way for a long time. പണ്ട് തൊട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് അത് ശരിയായിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് അപ്പീൽ ടു ട്രഡീഷൻ ആണ്. പണ്ട് തൊട്ട് ആളുകൾ ചെയ്തു വന്ന രീതി അതാണ്, അതുകൊണ്ട് അത് ശരിയാണ് എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു ട്രഡീഷൻ എന്ന് പറയുന്നത്. So this fallacy argues that something is true or better because it has been done that way for a long time. We should continue the outdated policy because it's the way we have always done things. നമ്മുടെ ഒരു ഔട്ട്ഡേറ്റഡ് പോളിസിയാണെന്ന് ആദ്യം പറയുന്നത്, പഴയൊരു പോളിസിയാണ്, ഇതുവരെ നമ്മൾ ആ പഴയ പോളിസിയാണ് എഴുതാം, അതേപോലെ തന്നെ തുടരാം, പുതുതൊന്നും നമുക്ക് ആവശ്യമില്ല. അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഈ അപ്പീൽ ടു ട്രഡീഷൻ എക്സാമ്പിൾ ആണ്. ദെൻ അപ്പീൽ ടു പോപ്പുലാരിറ്റി, ബാൻഡ് വാഗൺ പാലസി എന്ന് കൂടി പറയും. അതായത് എവരി വൺ ഈസ് യൂസിങ് ഒരു പോപ്പുലേഷൻ, അപ്പീൽ ടു പോപ്പുലർ നമ്മൾ ആ കണ്ട കൺസെപ്റ്റ് തന്നെയാണ്. അതാണ് ബാൻഡ് വാഗൺ എന്ന് കൂടി പറയും. ബാൻഡ് വാഗൺ ഓർക്കണം, അതായത് ഓൾ ആർ യൂസിങ് ദിസ് സോ യു ഷുഡ് യൂസ് ദിസ്. എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങളും അത് തന്നെ ചെയ്യണം. ഇതാണ് ബാൻഡ് വാഗൺ. സോ എവരി വൺ ഈസ് യൂസിങ് ദി ലേറ്റസ്റ്റ് സോഷ്യൽ മീഡിയ ആപ്പ്, സോ ഇറ്റ് മസ്റ്റ് ബി ദി ബെസ്റ്റ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ബാൻഡ് വാഗൺ പാരഡൈസ് വരുന്നത്. ദെൻ ലോഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് യു സ്റ്റോപ്ഡ് ചീറ്റിംഗ് ഓൺ ദി എക്സാം, നമ്മൾ ഓൾറെഡി കണ്ടതല്ലേ, ബെഗിങ് ദി ക്വസ്റ്റ്യൻ. അത് തന്നെയാണ് നമ്മളിപ്പോ ക്വസ്റ്റ്യനിൽ തന്നെ ബെഗിങ് ദി ക്വസ്റ്റ്യൻ അല്ല, കോംപ്ലക്സ് ക്വസ്റ്റ്യന്റെ പ്രശ്നം എന്താണ്? ആ ക്വസ്റ്റ്യന്റെ ആൻസർ യെസ് ഓർ നോ പറയാൻ പറ്റില്ല. 2 പറഞ്ഞാലും നമ്മൾ അതിന്റെ കൺക്ലൂഷൻ ശരിയാണെന്ന് പറയുന്നത് പോലാകും. ലൈക്ക് ഇവിടെ കണ്ടോ, ഹാവ് യു സ്റ്റോപ്ഡ് ചീറ്റിംഗ് ഓൺ എക്സാംസ്. യെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചീറ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥമാണ്. നോ പറഞ്ഞാലും നമ്മൾ ഓൾറെഡി ചീറ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ഇതാണ് ലോഡഡ് ക്വസ്റ്റ്യൻ ഓർ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അടുത്തത് ടു ഓർ യു ടു ഫാലസി. ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഫാലസി ഡിഫ്ലെക്ട്സ് criticism by arguing the accuser of the same or similar behavior. അതായത് നമ്മുടെ ആർഗ്യുമെന്റ് പറയുമ്പോൾ ആർഗ്യുമെന്റ് അദ്ദേഹം പറഞ്ഞ ഉടനെ തന്നെ നിങ്ങളത് ചെയ്യാറില്ലേ, നിങ്ങൾ പിന്നെ ആർഗ്യൂ ചെയ്തതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് ടു ഓർ യു ടു ഫാലസി എന്ന് പറയുന്നത്. യു സേ ഐ ഷുഡിന്റ് സ്മോക്ക് ബട്ട് യു സ്മോക്ക്. കണ്ടോ, നിങ്ങൾ പറയുന്നത് ഞാൻ സ്മോക്ക് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നുണ്ട്. അത്തരം ആർഗ്യുമെന്റ്സിനെയാണ് യു ടു ഫാലസി എന്ന് പറയുന്നത്. Then appeal to nature, naturalistic philosophy എന്ന് പറയും. ഹെർബൽ റെമഡീസ് ആർ ബെറ്റർ ദാൻ ടേക്കിംഗ് മെഡിക്കേഷൻ. നേച്ചറിലുള്ളതെല്ലാം ശരിയാണ്, അതേസമയം പുതിയ മെത്തേഡുകളൊന്നും ശരിയല്ല എന്ന് പറയുന്ന ഫാലസിയാണ് അപ്പീൽ ടു നേച്ചറിസ്റ്റിക് ഫാലസി. ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് കേട്ടോ, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ദെൻ കോമ്പോസിഷൻ ആൻഡ് ഡിവിഷൻ നമ്മൾ കണ്ടതാണ്. അപ്പീൽ ടു ഫിയർ നമ്മൾ കണ്ടതാണ്. അപ്പീൽ ടു ഫോഴ്സ് ഇല്ലേ, സെയിം തിങ്. അപ്പീൽ ടു ഫോഴ്സ് തന്നെയാണ് അപ്പീൽ ടു ഫിയർ എന്ന് പറയാവുന്നത്. ദെൻ ജനറ്റിക് ഫാലസി. ദിസ് ഫാലസി ഇൻവോൾവ്സ് dismissing an argument based on its source or rather than evaluating the argument's content. അതായത് ഈ ഒരു ആർഗ്യുമെന്റ് സോഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്, അതായത് കണ്ടന്റ് ചെക്ക് ചെയ്യുന്നില്ല. അതിനെയാണ് ജനറ്റിക് ഫാലസി എന്ന് പറയുന്നത്. യു ക്യാൻ ട്രസ്റ്റ് ദാറ്റ് റിസർച്ച് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ എ റൈവൽ കമ്പനി. സോ അവർ ചെയ്ത റിസർച്ച് ശരിയല്ല, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ട. അല്ലാതെ ആ റിസർച്ചിന്റെ കണ്ടന്റ് നമ്മൾ ചെക്ക് ചെയ്യല്ല, അവരാണ് ചെയ്തത് അതുകൊണ്ട് തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് ജനറ്റിക് ഫാലസി എന്ന് പറയുന്നത്. അഗെയിൻ ദിസ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ആദ്യം നമ്മൾ പറഞ്ഞതെല്ലാമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നോൺ സെക്വിറ്റർ. ദിസ് ഫാലസി occurs when conclusion of an argument does not logically follow the premises. കൺക്ലൂഷൻ പ്രമിസസിൽ നിന്നല്ല, ലോജിക്കലി എടുത്തിരിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നോൺ സെക്വിറ്റർ ഹാപ്പൻ ചെയ്യും. ഷീ ഈസ് എ ഗ്രേറ്റ് ഷെഫ്, സോ ഷീ മസ്റ്റ് ബി ആൻ എക്സലന്റ് ഇൻ പ്ലേയിങ് പിയാനോ. സംഭവിച്ചിരിക്കുന്നത് എന്താ? ടോട്ടലി ഡിഫറൻസ്. അങ്ങനെയുള്ള കൺക്ലൂഷൻസ് ആണെങ്കിൽ അതിനെ നോൺ സെക്വിറ്റർ ഫാലസി എന്ന് പറയാം. സോ വി ഹാവ് ഗോൺ ത്രൂ ഓൾമോസ്റ്റ് 25 ഫാലസീസ്. ഇവയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാലസീസ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിക്കാമല്ലോ.